6 വർഷമായിട്ട് 200 ലാഖേ വന്നുള്ളൂ. അതാ നിങ്ങൾ മൊത്തം ഇതായിട്ട് ചെയ്യുന്നില്ല, സ്റ്റേറ്റ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തം. നമ്മളിപ്പോഴാണ് കുറച്ചും കൂടെ നമ്മൾ 7 കൺട്രീസിലുണ്ട്. അപ്പം ഇന്ത്യയിൽ നമ്മൾ രജിസ്ട്രേഷൻ കുറവാണ് കമ്പയർഡ് ടു വേറെ കൺട്രീസ്. സോ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. പല ആൾക്കാർക്ക് ഇത് അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പേടിയുള്ളതുകൊണ്ട് എന്താണ് മെഡിക്കൽ ഇതിലുള്ള ഒരു സംശയം കൊണ്ട് ആൾക്കാർ വേറൊരു സംശയം വയ്ക്കുന്നുണ്ട്. ടാറ്റു പ്രശ്നം ഉണ്ടോ നോക്കുന്നുണ്ട്. ടാറ്റു ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ? ടാറ്റു എന്ന് പറഞ്ഞാൽ ക്രോണിക് ഡിസീസ് അല്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുള്ളി പറഞ്ഞ പോലെ ക്രോണിക് ഡിസീസ് നമ്മൾ ടൈം എപ്പോഴാണ് ചെയ്തത് എന്നൊക്കെ നമ്മളത് നോക്കും. ലൈക്ക് 2 months അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് കൂടുതൽ നമ്മുടെ മെഡിക്കൽ ചെക്കപ്പ് സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ മെഡിക്കൽ ടീം ആയിരിക്കും അതൊക്കെ അസസ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പാണ് മെയിനാണ് രജിസ്ട്രേഷൻ, നിങ്ങളുടെ ഈ ടെസ്റ്റ് ചെയ്യുക. അത് മാത്രമല്ല ഡോക്ടർ സായി പറഞ്ഞ പോലെ ഇത് നമ്മൾ ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചിലവും ഉണ്ടാവത്തില്ല. ജസ്റ്റ് നിങ്ങളുടെ സമയവും ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു മനസ്സും മാത്രമാണ്. അതെ. അപ്പോൾ എനിവേസ് ഗൈസ്, ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം, അത് നിങ്ങൾ എന്തായാലും കാണണം. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ 3 കുട്ടികൾക്ക് ഇതുവരെ സ്റ്റെം സെല്ല് കിട്ടാണ്ട് അവരിപ്പോഴും സ്ട്രഗിൾ ചെയ്യാന്നല്ലേ. ഇതുവരെ കിട്ടിയില്ലല്ലോ. എത്രയായി? അതെ, ബ്ലഡ് ക്യാൻസർ ഉള്ള 3 കുട്ടികൾ. ബ്ലഡ് ഡിസോർഡർ ഉള്ള കുട്ടികൾ. ബ്ലഡ് ഡിസോർഡർ അവരിപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റെം സെല്ല് കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എത്രയായി അവര് വെയിറ്റ് ചെയ്യുന്നു? 3 കുട്ടികളാണ്. അല്ലെങ്കിൽ സ്റ്റെം സെല്ലിന് അവര് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര? 1 വർഷം. ഓക്കെ, 1 വർഷത്തിന് മുകളിലായിട്ട് അവർക്ക് ഇതുവരെ സ്റ്റെം സെല്ലിന്റെ ഡോണർ ആയിട്ടെന്നല്ല, മാച്ച് ആയിട്ടില്ല അല്ലെ, മാച്ച് ആയിട്ടില്ല. അപ്പൊ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതിന്റെ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു സീരിയസ്നെസ്